രാമേന്ദ്ര, യുദ്ധം വരാൻ പോകുന്നു എന്നുള്ള വാർത്തയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടുള്ളൊരു യുദ്ധമല്ല. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലഷ്കർ തൈബയുടെ നേതാവിനെ തകർക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് ഹാഫിസ് സയ്യിദിനെ തകർക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതമായിട്ട് ലാഹോർ, അദ്ദേഹം എന്ന് പറയണമെന്നില്ല, അയാൾ മതി, വൃത്തികേട്ട ശരി, അയാൾ ഇപ്പോൾ സുരക്ഷിതമായിട്ട് എന്നുവെച്ചാൽ ജനങ്ങളുടെ ഒരു കവചം തീർത്ത് അവനെ അവിടെ സംരക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ജനങ്ങളെ കൊല്ലാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ലാഹോറിലെ ജനവാസ കേന്ദ്രത്തിനകത്താണ് ഇവൻ്റെ ഒളിസങ്കേതം എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും നമ്മളത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതായത് അത് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ ഉപഗ്രഹ ചിത്രങ്ങൾ അവൈലബിൾ ആണ്. വലിയ ഒരു സംവിധാനത്തിൻ്റെ അകത്ത് SSG കമാൻഡോസ്, അവരുടെ നമ്മുടെ SPG ഒക്കെ പോലെ അവർക്ക് SSG പാകിസ്ഥാനിലുണ്ട്. അത്തരം ഭടന്മാരുടെ വലയത്തിൽ ഇയാളെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പഹൽഗാമിൽ ഈ ഇത്രയും പേരെ കൊന്നൊടുക്കിയ ഈ വൃത്തികെട്ട ജന്തുവിനെ അങ്ങനെ പാകിസ്ഥാൻ പട്ടാളം സംരക്ഷിച്ചിരിക്കുകയാണ് ലാഹോറിൽ എന്നുള്ള വാർത്തകളാണ്. ജനവാസ കേന്ദ്രത്തിൻ്റെ നടുക്കാണ് ഈ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബോംബിട്ട് കഴിഞ്ഞാൽ, അവിടെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള പൗരന്മാർക്കും അപകടം വരാം. അപ്പോൾ അല്ല, മിക്കവാറും സിവിലിയൻസ് വളരെയധികം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് എങ്ങനെയും ഇയാളെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇയാളുടെ തലയ്ക്ക് അമേരിക്ക $10 മില്യൺ വിലയിട്ടിട്ടുണ്ട്. കാരണം മുംബൈ സ്ഫോടന പരമ്പര ഇയാൾ ആസൂത്രണം ചെയ്തതാണ്, ലഷ്കർ എ തൈബ ചെയ്തതാണ്. ഈ ഡേവിഡ് കോൾമാൻ, ഹെഡ്ലി, ഇപ്പോൾ റാണ, തഹവൂർ റാണ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇയാളുടെ ആളുകളാണ്. അപ്പോൾ ഇയാളാണ് എൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ. ഇയാളെ സ്പെഷ്യൽ കാറ്റഗറിയിലെ ഭീകരനായിട്ടാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ഇയാളെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. $10 മില്യൺ ഇയാളുടെ തലയ്ക്ക് വിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇയാളെ 45 കൊല്ലത്തേക്ക് ശിക്ഷിച്ചിട്ട് ജയിലിൽ ആക്കിയിരിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ ഈ പച്ചക്കള്ളം തട്ടിവിട്ടുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇപ്പോൾ ഇയാൾ 2 മാസം മുമ്പ്, അതായത് ഫെബ്രുവരിയിൽ ഇന്ത്യക്കെതിരെ ബഹവൽപൂരിൽ ഒരു പൊതുസമ്മേളനത്തിന് അഭിസംബോധന ചെയ്തിരുന്നു. എന്നിട്ട് യുവാക്കൾ കുറേ പേര് ഇയാൾ റിക്രൂട്ട് ചെയ്തവരും ഒക്കെ കേട്ടിരിപ്പുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ചങ്കൂറ്റമുള്ള ആരുമില്ലേ ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്താൻ എന്നിയാൾ ആ ബഹവൽപൂരിലെ പൊതുസമ്മേളനത്തിൽ ഫെബ്രുവരിയിൽ ചോദിച്ച റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അല്ല, പാകിസ്ഥാൻ ജയിലിലാണ് എന്ന് പറയുമ്പോഴേ സുരക്ഷിതമായിട്ട് ഇയാളെ ജയിലിൽ താമസിപ്പിക്കുകയും ആവശ്യത്തിനൊക്കെ ഇയാൾ തുറന്നുവിടുകയും ചെയ്യുന്ന സ്ഥിതി ആയിരുന്നിരിക്കാം. അങ്ങനെയല്ല, ഇയാൾ താമസിക്കുന്ന ബംഗ്ലാവില്ലേ, അത് സബ് ജയിലായിട്ട് പ്രഖ്യാപിക്കുക പാകിസ്ഥാൻ. വളരെ സൗകര്യമായി. അപ്പോൾ എന്നിട്ട് അയാൾ അവിടെ പട്ടാളത്തിൻ്റെ ആളാണല്ലോ. ഇന്ത്യക്കെതിരെ ഓരോന്ന് ചെയ്യാനായിട്ട് ഇയാൾ റിക്രൂട്ട് ചെയ്ത് യുവാക്കളെ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളല്ലേ ഇയാൾ. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലാണല്ലോ. ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിൽ ഇല്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ. എന്നിട്ട് അമേരിക്ക കണ്ടുപിടിച്ച അബോട്ടാബാദിൽ POKയിലായിരുന്നു അയാളെ ശരിപ്പെടുത്തിയത്. അയാളുടെ കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയണമല്ലോ. അയാൾ അബോട്ടാബാദിൽ ഒളിവിച്ചിരുന്ന ആ ബംഗ്ലാവിൽ ഓപ്പൺ സ്പേസ് ധാരാളം ഉണ്ടായിരുന്നു, ചുറ്റും പറമ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹെലികോപ്റ്ററിന് പോയി അവിടെ ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. അതൊക്കെ അമേരിക്കൻ മറീൻസൊക്കെ അതൊക്കെ ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഇയാളിപ്പോൾ സംരക്ഷിച്ച് നഗരത്തിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ജോഹർ, ലാഹോറിൻ്റെ അടുത്തുള്ള ജോഹർ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. 2ാമത്തെ വലിയ നഗരം ആണ് പാകിസ്ഥാനിലെ. അപ്പോൾ ഈ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസർ
മസൂദ് അസറിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ മറ്റേ ഹാഫിസ് സയ്യിദും മസൂദ് അസറും ഇവരുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ടാണല്ലോ എമ്പുരാനിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് പേരുണ്ടാക്കിയിരുന്നത്. അതിനെ സംബന്ധിച്ചിട്ടായിരുന്നു വലിയ ക്ഷോഭം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുൽവാമയിൽ 2019 ആക്രമണത്തിന് ശേഷം ഈ ഹാഫിസ് സയ്യിദ് താമസിച്ചുകൊണ്ടിരുന്നത് ബഹവൽപൂരിലാണ്. വലിയ മണിമാളിക, അതിൻ്റെ അകത്ത് തന്നെ പള്ളി, മദ്രസ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ലഹോറിൽ ഇയാളുടെ പാർപ്പിടത്തിൻ്റെ അകത്തും ഇയാൾക്ക് 5 ദിവസം 5 നേരം നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വലിയ പുള്ളിയല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് മദ്രസ, മോസ്ക് ഒക്കെ ഉണ്ട്. ഈ ലഹോറിൽ ജനവാസ കേന്ദ്രത്തിൻ്റെ നടുക്കുള്ള സ്ഥലത്തും അങ്ങനെ തന്നെ ഉണ്ട്. ഈ ബഹവൽപൂർ എന്ന് പറയുന്നത് പാക് പഞ്ചാബ് ഹൈവേ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെ മുകളിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ആക്രമണം പ്രയാസമാണ് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സേനയെ സംബന്ധിച്ച് അത് പ്രയാസമാകണമെന്നില്ല. കാരണം ഗൈഡഡ്, നമ്മൾ ബാലക്കോട്ടൊക്കെ ചെയ്തിരുന്ന പോലെ ഇസ്രയേൽ ചിലരെയൊക്കെ തീർക്കുന്നില്ലേ, മറ്റേ മേൽപ്പുര തുളച്ച് ടാർഗറ്റിൽ ചെന്ന് പതിക്കാവുന്ന മിസൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗൈഡഡ് മിസൈൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് തീർക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ കോട്ട പോലെയാണ് വീടിരിക്കുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ വലിയ കെട്ടിടമാണ്. അതിൻ്റെ അകത്ത് മോസ്ക്, മദ്രസ ഉണ്ട്. മദ്രസയാണ് ഇയാളുടെ ഓഫീസായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്വകാര്യമായിട്ടുള്ളൊരു പൂന്തോട്ടം ഉണ്ട് അവിടെ. ആ പൂന്തോട്ടം അവിടുത്തെ പൊതു പൂന്തോട്ടം ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഭാഗം കൺവെർട്ട് ചെയ്ത് ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പണ്ട് ഈ മുഗൾ രാജാക്കന്മാരൊക്കെ പൂന്തോട്ടത്തിൽ ഉലാത്തുന്നു എന്നൊക്കെ വായിച്ചിട്ടില്ലേ ചരിത്രത്തിൽ. ഇവിടെ പക്ഷേ കുറച്ച് ഓപ്പൺ സ്പേസ് വരാൻ സാധ്യതയില്ലേ? ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിലും ഇല്ല എന്നല്ല, ജനവാസ കേന്ദ്രത്തിൻ്റെ നടുക്കാണല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ പൂന്തോട്ടം, പബ്ലിക് പൂന്തോട്ടം കുറച്ച് ഇയാൾക്ക് വേണ്ടി കൺവെർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ. ഈ പാകിസ്ഥാൻ്റെ വലിയ കാവൽ ഈ ചുറ്റും പൂന്തോട്ടത്തിനും ഒക്കെ ഉണ്ട്. സയ്യിദ് ജയിലിലാണ്, ഹാഫിസ് സയ്യിദ് ജയിലിലാണെന്ന് പച്ചക്കള്ളമാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ ആ വളപ്പിലെ പഴയ കെട്ടിടമുണ്ട്, പുതിയ കെട്ടിടമുണ്ട്. പഴയ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് സയ്യിദിൻ്റെ കുടുംബം, ഭാര്യയും പിള്ളേരും ഒക്കെ വസിക്കുന്നത്, ബീബിയും പിള്ളേരും ഒക്കെ പാർക്കുന്നത്. അതിൻ്റെ അടുത്ത കെട്ടിടത്തിലാണ് സയ്യിദ് പാർക്കുന്നത്. 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ കെട്ടിടം എക്സ്റ്റൻഷൻ എടുത്തിട്ട് നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമാന്യം വളരെ വലുതായിട്ടുണ്ട്, എടുപ്പുകളൊക്കെ വന്നിട്ട്. ഈ റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് ബേസ്മെൻറ്റ്, താമസിക്കുന്ന സ്ഥലവും അടിയിൽ നിലയും, ഭൂഗർഭം, നിലവറ എന്നൊക്കെ പറയാവുന്ന സംഭവവും ഉണ്ട്. മോസ്കിലാണ് കൂടുതൽ നേരം ഇയാൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ഇയാളുടെ സ്റ്റുഡൻസ് മറ്റേ ഉദരണി ചിഹ്നങ്ങളുടെ അടുത്ത്, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരന്മാരാണല്ലോ. അപ്പോൾ ഇയാളുടെ ഈ വിദ്യാർത്ഥികൾ അവിടെയാണ് താമസിക്കുന്നത്, ആ മോസ്കിൻ്റെ അകത്ത് തന്നെ. അവരുടെ കയ്യിൽ AK-47 ഒക്കെ കാണും. ആദ്യം ചെറിയ കെട്ടിടമായിരുന്നു ഇത്. അന്ന് ഇയാൾ പോയിരുന്നത്, ഇതിൻ്റെ അകത്ത് മോസ്ക് ഉണ്ടായിരുന്നില്ല. അയാൾ ലാഹോർ നഗരത്തിൽ തന്നെയൊക്കെയുള്ള അൽ ഖ്വത്സ്യ മോസ്കിലാണ് പോയി ഇയാളുടെ മതപരമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. ബാലക്കോട്ടിന് ശേഷമാണ് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഇയാളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അവിടെയാണ് ഇയാളുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 2021 മുതൽ ഇയാൾക്ക് വലിയ സെക്യൂരിറ്റി അംഗരക്ഷകർ, ഭടന്മാർ ഒക്കെ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പട്ടാളം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇയാളെ തീർക്കാനായിട്ട് 27 പേരെ അജ്ഞാതന്മാർ തീർത്തിട്ടുണ്ടല്ലോ ഇതുവരെ, 27 പേരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 27 പേരെ അജ്ഞാതന്മാർ തീർത്തു എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് പഹൽഗാമിലും കൊല്ലപ്പെട്ടവരുടെ നമ്പർ കൃത്യമായിട്ട് വരും. അതായത് ഈ അജ്ഞാതം തീർത്ത ആളുകളുടെ എണ്ണത്തിന് സമാനമായ ആളുകളാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. തീർത്തിരിക്കുന്നത് അത് സത്യമാണ്.
അപ്പോൾ ആ കാലത്ത് കാർ ബോംബ് സ്ഫോടനം നടന്നുകൊണ്ടാണ് ഇയാളുടെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തത് 2021. കെട്ടിടത്തിൻ്റെ 3ാമത്തെ ഭാഗം ആണ് ഈ സ്വകാര്യ പൂന്തോട്ടം. അത് പബ്ലിക് പാർക്കിൽ നിന്ന് എടുത്ത് കൺവെർട്ട് ചെയ്തിരിക്കുന്നതാണ്. 24 മണിക്കൂറും ഇയാൾക്ക് കാവലുണ്ട്. മോസ്കിൻ്റെ അടുത്തോ ഈ വളപ്പിൻ്റെ അടുത്തോ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. ഈ സന്ദർശകരെ സ്ക്രീൻ ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. പിന്നെ ആ പ്രദേശത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോണുകൾ പറത്താൻ പാടില്ല. അങ്ങനെയും റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ജമാഅത്ത് ഉദ്ധവ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ഇയാളുടെ ഈ മറ്റേ ഭീകര സംഘടനയ്ക്കെതിരെ LET ലഷ്കർ ഇ തൈബയ്ക്കെതിരെ പല എന്താ പറയുക ആരോപണങ്ങളും തെളിവുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ജമാഅത്ത് ഉദ്ധവ എന്ന് പറഞ്ഞിട്ടൊരു ജീവകാരുണ്യ സംഘടന ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ മറ്റേതിനൊരു ഫ്രണ്ടായിട്ട് ഒരു പോഷക സംഘടനയായിട്ട് ഈ ഭീകരപ്രവർത്തനം തുടരാൻ വേണ്ടി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും വേണ്ടി ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പിണറായി വിജയനും പറഞ്ഞില്ലേ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജമാഅത്ത് ഉദ്ധവ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലൊക്കെയാണ് പിന്നെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഴയ SSG കമാൻഡോസിനെ ഇയാൾക്ക് കാവലിന് കൊടുത്തിട്ടുണ്ട്. വീട് ഒരു താൽക്കാലിക സബ് ജയിലാണെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം വിശേഷിപ്പിക്കുന്നത്. അവർ തന്നെ കൊടുത്ത വീട്, അവർ തന്നെ ഇത് സബ് ജയിലാണെന്നും പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു ന്യായം മറ്റുള്ള രാജ്യങ്ങളോട് പറയണമല്ലോ, അതിന് വെറുതെ സബ് ജയിൽ എന്ന് പറയുകയാണ്. ഈ കൺട്രോൾ റൂമുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ കാവൽ, പിന്നെ വേറെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ, വിമാനങ്ങൾ പറക്കുന്നുണ്ടോ ഡ്രോണുകൾ പറക്കുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ ഒരു കൺട്രോൾ റൂമുണ്ട്. CCTV ക്യാമറയുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ജസ്റ്റർ ഡിറ്റക്ഷൻ ടെക്നോളജി ഉണ്ട്. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ ആംഗ്യം ഒക്കെ കാണിക്കലൊക്കെയാണല്ലോ മനുഷ്യർ. അപ്പം മനുഷ്യരുടെ ചലനങ്ങൾ ഒക്കെ നിരീക്ഷിക്കുന്ന, അതായത് ഇതിന് പുറത്ത് എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം കൺട്രോൾ റൂമിൻ്റെ അകത്തുണ്ട്. 2008 മുതൽ ഇയാൾ ഈ ധാരാളം ആക്രമണങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. 46 വർഷത്തെ ശിക്ഷ ഞങ്ങൾ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ നുണ പറയുന്നത്. 7 കേസുകളിലായിട്ടാണ് അത് കൊടുത്തത് എന്നുള്ളതാണ്. 2022 ഏപ്രിലിൽ 31 വർഷം 2 കേസിൽ കൊടുത്തിട്ടുണ്ട്. 2019 വേറെ കേസിൽ ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇയാൾ 2 ഡസൻ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരിയിൽ ഇയാൾക്ക് മുറിദ്കയിൽ ക്യാമ്പുണ്ട്, ബഹവൽപൂരിൽ ക്യാമ്പുണ്ട്, റാവൽകോട്ടിൽ ക്യാമ്പുണ്ട്. ഇതൊക്കെ POKയിലാണ്. എല്ലാ സ്ഥലത്തും പോകുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വലിയ SUVs ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്, വലിയ വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബിഷ്ണോയ് ഗാങ് ഉണ്ടല്ലോ, ഈ എക്സ്റ്റോർഷൻ റാങ്, പിടിച്ചുപറി ഗാങ്, സൽമാൻ ഖാനൊക്കെ ഭീഷണിയൊക്കെ ഉണ്ടല്ലോ, ബിഷ്ണോയ്. ആ ബിഷ്ണോയ് ഗാങ് ഇയാളുടെ പടം വെച്ചിട്ട് ഇയാൾക്കെതിരെ ഞങ്ങൾ പകരം വീട്ടും എന്നിട്ടൊരു പോസ്റ്ററും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരും ഹിന്ദുമതത്തിന് വേണ്ടി ഒരു ഗാങ്ങിൻ്റെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ബിഷ്ണോയ് ഗാങ്ങാണ് ഈ നിജ്ജറിനെ പോലുള്ള ചില ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു. ചിലപ്പോൾ ഇവരൊക്കെ ഈ അജ്ഞാതൻ്റെ രൂപത്തിൽ അവിടെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട് ചിലപ്പോൾ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൂടായില്ല. ഒരു ചാവേർ വിചാരിച്ചാൽ എന്താ നടക്കാത്തത് അല്ലേ? അമേരിക്കൻ പ്രസിഡന്റുമാരെയൊക്കെ കൊന്നിരിക്കുന്ന ചാവേറുകളൊക്കെ ഇല്ല എന്ന് പറയുന്നത് പോലെ ചാവേർ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഒരു പുതിയ വിവരം നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്കും മെയ്ദിന ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.